വളരെ ഖേദകരവും അങ്ങേയറ്റം ആശങ്കയുയർത്തുന്നതുമായ സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൻ്റെ രണ്ട് ഭാഗത്തായി നടന്നിട്ടുള്ളത്. ഒന്ന് കോഴിക്കോട് ജില്ലയിലെ കക്കയത്ത് കാട്ടുപോത്തിൻ്റെ അക്രമത്തിന് വിധേയമായ ഒരാളും, തൃശ്ശൂർ ജില്ലയിൽ വാശിമരം ഊരുമൂപ്പൻ്റെ ഭാര്യയും ആനയുടെ ആക്രമണം മൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെ വേദനയിൽ, ദുഃഖത്തിൽ സംസ്ഥാന സർക്കാരും പങ്കുചേരുകയാണ്. കക്കയത്ത് RRT ടീം ഉൾപ്പെടെയുള്ള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആക്രമണ ഭീതി മൂലം കഴിയുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും ശക്തിപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സംഭവസ്ഥലത്ത് ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് താമസിയാതെ തന്നെ ഇറക്കാനുള്ള നിർദ്ദേശം വനംവകുപ്പ് മേധാവിക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബത്തിൻ്റെ സഹായധനം 48 മണിക്കൂറിനകം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കക്കയത്തെ പ്രശ്നം പ്രത്യേകമായി പരിശോധിക്കുന്നതിന് വയനാട്ടിലെ സംഭവങ്ങളെ തുടർന്ന് അവിടെ ചുമതലപ്പെടുത്തിയ സ്പെഷ്യൽ ഓഫീസർ CCF വിനോദ്, അദ്ദേഹവും സംഭവസ്ഥലത്ത് വന്ന് സ്ഥിതിഗതികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹം കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോടും പോലീസ് മേധാവിയോടും സംഭവത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സർക്കാരിന് ഇന്നത്തെ നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആ കുടുംബത്തിന് നൽകുക എന്നതാണ് ഇനി ചെയ്യാനുള്ളത്. ആ സഹായങ്ങളൊക്കെ കുടുംബത്തിന് നൽകുന്നതാണ്. കൂടുതൽ അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികളും ജാഗ്രതയോടുകൂടി സ്വീകരിക്കുന്നതാണ്. സംസ്ഥാനത്തൊട്ടാകെ ഒരു ആശങ്ക പരത്തിയിട്ടുണ്ട്. നേരത്തെ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പോൾ വിവിധ തരങ്ങളിൽ സമാനമായ സംഭവം തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുകയാണ്. പലപ്പോഴും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്നതാണ്. അത് ജനങ്ങളെ വല്ലാതൊരു ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി നമ്മുടെ മലയോര മേഖലയിൽ വന്യജീവിയുടെ ആക്രമണം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം ഖേദകരമായ ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ ഈ കൂട്ടത്തോടെ വന്യമൃഗങ്ങളുടെ നാട്ടിലേക്ക് ഇറങ്ങി വരാനിടയായ സാഹചര്യം സംബന്ധിച്ച് ഇപ്പോഴും ശാസ്ത്രീയമായ ഒരു നിർദ്ദേശവും ഉപദേശവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. ചൂട് വർദ്ധിക്കുന്നത് കൊണ്ടാണ് അവർ വെള്ളവും ഭക്ഷണവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് ഒരു നിഗമനം. ഈ വസ്തുത പരിഗണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാട്ടിലെ വന്യജീവികൾക്ക് ആഹാരം എത്തിക്കുന്നതിനാവശ്യമായ ഒരു പരിഹാര നിർദ്ദേശം നൽകുന്നതിന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേക താല്പര്യമെടുത്ത് ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇതുകൊണ്ട് നമുക്ക് വേണ്ടത്. വന്യജീവികളെ കാട്ടിനകത്ത് തന്നെ സൂക്ഷിക്കുക, മനുഷ്യവാസ മേഖലയിൽ വരുന്ന വന്യജീവികളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, മറ്റൊരു മാർഗമില്ലാതെ വരുന്ന ഘട്ടത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഈ 3 നടപടികളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇവർക്ക് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഗവൺമെൻറ് ഗൗരവത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, ഈ കോഴിക്കോട് സംഭവത്തിൽ ഈ കാട്ടുപോത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ട്. അവിടെയുള്ള നാട്ടുകാർ ഇതിനു മുമ്പ് പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഈ മയക്കുവെടി വെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് DF ഉൾപ്പെടെയുള്ള ആൾക്കാർ മറുപടി പറഞ്ഞത് സംഘമൊക്കെ വയനാട്ടിലാണ്, അതുകൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ അത് മാറ്റി നിർത്തി പെട്ടെന്ന് നടത്തേണ്ട നടപടികൾ ദ്രുതഗതിയിൽ നടത്തുകയല്ല വേണ്ടത്. അതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ വയനാട്ടിൽ പ്രത്യേക ടീമിനെ എടുത്തപ്പോൾ തൊട്ടടുത്ത ജില്ലകളിൽ നിന്നെല്ലാം ആളെ എടുത്താണ് അങ്ങോട്ടേക്ക് അയച്ചത്. അതൊരു സത്യം തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിന്നും പിൻവലിച്ചിങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ചെറിയൊരു
സാങ്കേതികമായ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഈ കോഴിക്കോടും വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. കളക്ടർ സ്ഥലത്തെത്തണം, ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തണം എന്നൊരു ആവശ്യം വരുന്നുണ്ട്. ഇന്നലെ എറണാകുളത്ത് സമാനമായിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. മൃതദേഹം പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നടപടികളും ഇതിനകത്ത് വിമർശിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ. അല്ല, പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. പക്ഷേ നമ്മളിതുവരെ എപ്പോഴെങ്കിലും മോർച്ചറിയിൽ കയറി മൃതദേഹം എടുത്തുകൊണ്ടുപോയി സമരപന്തലിലേക്ക് കൊണ്ടുപോകുന്ന സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനൊരു സംഭവം ഉണ്ടാകും. കാരണം 2 ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണ് മോർച്ചറിയിൽ കയറി മൃതദേഹം എടുത്തുകൊണ്ട് പോകുന്നത്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല, വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെ നിങ്ങളാരും ദയവായി അത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കരുത്.